ഹലോ, ഗ്രേറ്റ് മീഡിയസിലേക്ക് സ്വാഗതം. മലൈക്കോട്ടെ വാലിബൻ എങ്ങനെയുണ്ട്? മലൈക്കോട്ടെ വാലിബനെ കുറിച്ചുള്ള നമ്മളുടെ അഭിപ്രായം എന്താണെന്ന് പറഞ്ഞാൽ 100% ഒരു LJP മൂവിയാണ്. മോഹൻലാൽ 100% ഇതിൻ്റെ ക്യാരക്ടറുമായിട്ട് നീതി പുലർത്തിയിരിക്കുന്നു. ഇതിനെക്കുറിച്ച് എടുത്ത് പറയുകയാണെങ്കിൽ ഇതിൻ്റെ സൗണ്ട് ഡിസൈനും പ്രൊഡക്ഷൻ വാല്യൂസും എഡിറ്റിങ് വിഷ്വൽ എല്ലാം ഹൈ ക്ലാസ് എന്ന് തന്നെ പറയാം. പ്രത്യേകിച്ച് ഒരു LJP സിനിമ നമ്മൾ കാണാൻ പോകുമ്പോൾ നമുക്ക് പറയാനുള്ള ഒറ്റ കാര്യമേ ഉള്ളൂ, അതിൻ്റെ വിഷ്വൽ നമ്മളെ സ്വപ്ന തുല്യമായ രീതിയിൽ കൊണ്ടുപോകുന്നു. അത് തന്നെ ഇവിടെയും നടക്കുന്നുണ്ട്. സിനിമ സ്ലോ ആണ്, വലിയ എൻ്റർടൈൻമെൻറ്റ്സോ എമോഷൻസിനോ ഒന്നും കാര്യങ്ങളൊന്നും പറയുന്നില്ല. കാരണം ഇതൊരു ഡിഫറൻ്റ് ആയിട്ടുള്ള സിനിമയാണ്. ഇത് ആദ്യം തന്നെ നമുക്ക് ചിന്തിച്ചാലറിയാം അങ്ങനെയുള്ളൊരു സിനിമയാണ്, എന്താണുള്ള ഒരു പുതിയ എക്സ്പെരിമെൻ്റ് കൂടി തന്നെയാണ്. പക്ഷേ ഒരു കാര്യം പറയാം, ഇവിടെ ഈ ഒരു അല്ലെങ്കിൽ ഏത് നല്ല സിനിമയെയും തകർക്കുന്നത് ടോക്സിക് ഫാൻസ്, അന്തം ഫാൻസ് എന്ന് പറയാം, അവരാണ്. അതായത് അവനവൻ്റെ ഇഷ്ടമുള്ള താരത്തിനെ സ്വാതന്ത്ര്യത്തോടെ വിടാത്ത ആരാധകരാണ്. അതൊരു വലിയ ശാപവും കൂടി തന്നെയാണെന്ന് പറയാം. ഒരു പക്ഷേ അവരങ്ങനെ ചിന്തിച്ചിട്ടായിരിക്കില്ല, പക്ഷേ അതൊരു വലിയ ശാപമാണ് ഏതൊരു നടനെയും സംബന്ധിച്ചിടത്തോളം. പടങ്ങൾ വിജയിക്കുമ്പോൾ അവർ വലിയ കാര്യങ്ങളായിരിക്കാം, പക്ഷേ ഒരു നല്ല പടം പരാജയപ്പെടാനും അവർ തന്നെ മതി എന്നുള്ളതിന് ഉദാഹരണം ആണ് ഇങ്ങനെയുള്ള അന്ധമായിട്ടുള്ള ഫാൻഷിപ്പുകൾ എന്ന് തന്നെ പറയാം. അതായത് നല്ല ഫാൻസ് അല്ലെങ്കിൽ ഒരു ലാഘവത്തോടെ വിടുന്നതല്ല. അപ്പോൾ വാലിബൻ സാധാരണ ജനങ്ങൾ കാണുമ്പോൾ ഒറ്റ കാര്യമേ ഉള്ളൂ, മികച്ച ഒരു സിനിമയായിട്ട് തന്നെയാണ് ആളുകൾ കാണുന്നത്. കാരണം ഇതൊരു LJP മൂവിയായിട്ടാണ് കാണേണ്ടത്. അല്ലാതെ ഇതിനകത്തിൽ മോഹൻലാൽ ഉള്ളതുകൊണ്ട് അടി ഇടിയും വെട്ടുകുത്തും തലകുത്തി മറിയലും ഒക്കെ പ്രതീക്ഷിച്ച് പോകരുത്. കാരണം അത് ആ ഒരു ഫാൻ ബേസ് നമ്മൾ മനസ്സിലുണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു പ്രശ്നം തന്നെയാണ്. അദ്ദേഹത്തിനും ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറൈസേഷൻ കൊണ്ടുവരണം, അദ്ദേഹത്തെ സ്വാതന്ത്ര്യത്തോടെ വിടുക എന്നുള്ളതാണ്. അതാണ് ഇവിടെ നമുക്ക് വലിയ രീതിയിൽ ലാക്കായിട്ട് കാണുന്നത്. അതായത് അദ്ദേഹത്തിന് അനങ്ങാൻ കഴിയുന്നില്ല മോഹൻലാൽ എന്ന നടന്. കാരണം ആ ഒരു ഫാൻഷിപ്പ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ആരാധക വൃന്ദം എല്ലാവരും എന്നല്ല, വളരെ ചുരുക്കമുള്ള ആളുകൾ ആ രീതിയിലാണ് സിനിമയെ കാണുന്നത്. അപ്പം ആദ്യം പ്രദർശനം കഴിഞ്ഞിറങ്ങുമ്പോൾ പോലും അവർ തന്നെയാണ് ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് സിനിമയ്ക്ക് കൊണ്ടുവരുന്നത്. സാധാരണക്കാരോട് ചോദിക്കുകയാണെങ്കിൽ അവർ മോഹൻലാൽ എന്നുള്ള നടനെ നമുക്ക് ആർക്കും അറിയാത്തതല്ല, 10-45 വർഷമായിട്ട് അദ്ദേഹത്തെ നമുക്കറിയാവുന്നത്. പക്ഷേ ഈ ഒരു സിനിമ കാണുമ്പോൾ, ഒരു LJP സിനിമ കാണുമ്പോൾ അവിടെ മമ്മൂട്ടി മോഹൻലാൽ വികാരങ്ങൾ മാറ്റിവെച്ച് പോകുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അല്ലാത്തവർക്ക് പൂർണ്ണ നിരാശ തന്നെ ഏത് സിനിമ എടുത്താലും കിട്ടുള്ളൂ. ഇതിനു മുമ്പുള്ള അദ്ദേഹത്തിൻ്റെ പല സിനിമകളും കൊട്ടിഘോഷിച്ച് പറയുന്ന ആളുകൾ അവിടെ ഈ പറഞ്ഞ പോലെ മമ്മൂട്ടിയോ മോഹൻലാലോ ഇല്ലായിരുന്നു എന്നുള്ളൊരു കാര്യം ഓർമ്മിക്കേണ്ടതാണ്. എന്താണേലും ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്ന LJP മാജിക് തന്നെയാണ്. അതിൽ 100% നീതി പുലർത്തി മോഹൻലാലും എത്തുമ്പോൾ, അതിലെ ഓരോ കഥാപാത്രങ്ങളും മികച്ച രീതിയിൽ എത്തിക്കുമ്പോൾ അവിടെ ആ ഒരു ക്ലാസ് സിനിമയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഒപ്പം അത്യാവശ്യം മാസ് എന്ന് പറയുമ്പോൾ നമ്മളിവിടെ ഈ പറഞ്ഞ പോലെ ഭയങ്കര സൗണ്ടും VFXും സാധനങ്ങളൊക്കെ കൂടെ കയറ്റി ഉള്ള സിനിമകൾ കണ്ടും അടുത്ത നമുക്ക് ഇതൊരു വ്യത്യസ്തമായ അനുഭവം തന്നെയാണ് നൽകുന്നത്. എന്താണേലും എന്നെ സംബന്ധിച്ചിടത്തോളം സിനിമ സംതൃപ്തി നൽകുന്ന ഒരു സിനിമയാണ്. ഇവിടെ ഞാൻ എക്സ്പെക്ട് ചെയ്തിരുന്നത് ഒരു ലിജോ സിനിമയായിരുന്നു, മോഹൻലാലിൻ്റെ മികച്ച പ്രകടനമായിരുന്നു അതിൽ ആണ് നമ്മൾ കാണുന്നത്. അല്ലാണ്ട് മോഹൻലാലിൽ നിന്ന് ഒരു പുലിമുരുകനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള രീതിയിലാണ് ഈ പറഞ്ഞ പോലെ അന്തം ഫാൻസ് ചിന്തിക്കുന്നത്. അവിടെയാണ് ഈ സിനിമയ്ക്കുള്ള നെഗറ്റീവും വന്നിരിക്കുന്നത്. ഇതൊരു എക്സ്പെരിമെൻ്റൽ ചിത്രമായി കണ്ടാൽ അത് തന്നെ നമുക്ക് കാണാൻ കഴിയും. ഒരു പക്ഷേ റോഷാക്ക് പോലെയുള്ളൊരു സിനിമ വന്നു കഴിഞ്ഞപ്പോൾ നമ്മളും കണ്ടതാണ്. ഒരു പക്ഷേ മലയാള ഫിലിം ഇൻഡസ്ട്രി ഹിറ്റ് അടിക്കാൻ യോഗ്യതയുള്ള സിനിമയായിരുന്നു ആ ഒരു സിനിമ. അവിടെയും നമുക്ക് കാണാൻ കഴിഞ്ഞത് കുറേ ആളുകളുടെ മനസ്സിലുണ്ടായിരുന്ന ഒരു ചിന്തയായിരുന്നു. അത് അത്രത്തോളം ഗംഭീരമായിട്ടുള്ള പെർഫോമൻസ് ആണ് ആ സിനിമയിൽ, അത്രത്തോളം മികച്ച സിനിമയായിരുന്നു എന്നുള്ളത് നമുക്ക് പറയാം. ഇവിടെ മസാലക്കൂട്ടുകളും അല്ലെങ്കിൽ അങ്ങനെയുള്ള മനസ്സിൽ നമ്മൾ സാങ്കല്പികമായിട്ട് കൊണ്ട് നടക്കുന്ന കാര്യങ്ങളുമുള്ള സിനിമകൾ മാത്രമാണ് ഏറിയ പങ്കും വിജയിച്ചു പോകുന്നത്. എന്തായാലും റോഷാക്ക് ആ ഒരു കാര്യമൊക്കെ കവർ ചെയ്ത് വലിയ രീതിയിൽ സക്സസ് ആയി മാറി. പക്ഷേ അതിന് അർഹിക്കുന്ന ഒരു വിജയമായിരുന്നില്ല. ഒരു ഇൻഡസ്ട്രി ഹിറ്റിൽ കുറഞ്ഞ ഒന്നും അത് അർഹിക്കുന്നുണ്ടായിരുന്നില്ല. കാരണം ഒരു 10 വർഷം കഴിയുമ്പോൾ ഈ പറഞ്ഞ നിങ്ങൾ തന്നെ ഇവിടെ വന്ന് പറയും, മലയാള സിനിമയിൽ ഇങ്ങനെയൊരു സിനിമയുണ്ടായിരുന്നു, അത് കാലത്തിന് മുമ്പേ സഞ്ചരിച്ചതാണ്. അങ്ങനെയുള്ള ഒരുപാട് സിനിമകളുണ്ട്. ഇതൊരു ടിപ്പിക്കൽ LJP മോഹൻലാൽ സിനിമയായി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ 100% സാറ്റിസ്ഫൈഡ് ആകുമെന്നുള്ളതാണ്. എന്ന് വെച്ചിട്ട് ഈ സിനിമ ഒരു ബാഹുബലിയാക്കാനോ അല്ലെങ്കിൽ ഈ ഒരു സിനിമ ഒരു വലിയ പുലിമുരുകനാക്കാനോ ശ്രമിക്കാതിരിക്കുക. സാധാരണ നല്ല സിനിമകൾ കണ്ടിറങ്ങാനുള്ള മനസ്സിലെ മോഹം കൊണ്ട് നടക്കുകയാണെങ്കിൽ നല്ല സിനിമകൾ വരും. മോഹൻലാലിൽ നിന്ന് ഒരുപാട് സിനിമകൾ നമ്മളത് പ്രതീക്ഷിക്കുന്നുമുണ്ട്. അപ്പോൾ അദ്ദേഹത്തെ സ്വാതന്ത്ര്യത്തോടെ വിടുക എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത്. എന്തായാലും ഈ ഒരു സിനിമ ഒരു മികച്ച രീതിയിൽ തന്നെ നിൽക്കുന്നു. സാധാരണക്കാർ ഏറ്റെടുത്തിരിക്കുന്നു ഈ ഒരു സിനിമ. തിയേറ്ററിൽ വമ്പൻ വിജയമാകും എന്നുള്ളത് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നു. നമ്മുടെ വീഡിയോസ് ഇഷ്ടമെങ്കിൽ സപ്പോർട്ട് ചെയ്യണം. ഗ്രേറ്റ് മീഡിയാസ്.